ഇറാന്റെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്ന് അമേരിക്ക. ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത്. ദൗത്യം വിജയിച്ചെന്ന് സമൂഹമാധ്യമത്തിൽ ട്രംപിന്റെ പോസ്റ്റ്. ഇത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ലോകത്തിനും ചരിത്ര നിമിഷമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിലൂടെ പ്രതികരിച്ചു. അതേസമയം വേണമെങ്കിൽ സമാധാന ചർച്ചകൾക്ക് ഇടനിലനിൽക്കാമെന്ന് തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ പറഞ്ഞു. വിവരങ്ങളുമായി ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ളയും ഐസൻ ജോസും ഒപ്പം ചേരുന്നു. ആദ്യം ഐസൻ ജോസിലേക്ക്. ഐസൻ, 2 ആഴ്ചയ്ക്കുള്ളിൽ തിരിച്ചടിക്കുന്നതിൽ തീരുമാനമെന്ന് അമേരിക്ക കഴിഞ്ഞ ദിവസം പറഞ്ഞതേയുള്ളൂ. പക്ഷേ അവിടെ സുരക്ഷാ ഉന്നതരുമായി നിരന്തരം ചർച്ചകളിലായിരുന്നു ട്രംപ് എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ പെട്ടെന്ന് ഒരു മിന്നലാക്രമണം, ഒരു സർജിക്കൽ സ്ട്രൈക്കാണോ അമേരിക്ക നടത്തിയത്? തീർച്ചയായും കൃഷ്ണരാജ്, ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ കൃത്യമായും അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായൊരു നീക്കമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ആക്രമണമാണ് നടത്തിയത്. ഏറ്റവും പുതിയൊരു വിവരം കൂടി പുറത്തു വരുന്നത് ഈ 2 ആഴ്ചയ്ക്ക് അകം ആക്രമണം നടക്കും എന്ന നേരത്തെ ഉണ്ടായിരുന്ന സൂചനകളിൽ നിന്നും വ്യത്യസ്തമായി, അല്ലെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായി അടിയന്തരമായ ഒരു ആക്രമണത്തിലേക്ക് അമേരിക്ക കടക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഔദ്യോഗിക വാർത്താ ഏജൻസികളെല്ലാം തന്നെ കൃത്യമായി സ്ഥിരീകരിക്കുന്നത് B-2 ബോംബറുകൾ ഉപയോഗിച്ചു എന്ന് തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, ഈ സ്റ്റീൽത്ത് സാങ്കേതിക വിദ്യയോടെ പ്രവർത്തിക്കുന്ന അതിശക്തമായ പ്രഹരശേഷിയുള്ള ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള ഒരു സംവിധാനമാണ് ഈ B-2 ബോംബറുകൾ എന്ന് പറയുന്നത്. സുരക്ഷിതമായി അമേരിക്കൻ പ്രസിഡന്റിൻ്റെ മറുപടിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഏറ്റവും കൃത്യമായ മറുപടിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്, ഈ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയതിന് ശേഷം സുരക്ഷിതമായി വിമാനങ്ങൾ തിരിച്ചെത്തി എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ട്രൂത്തിലെ കുറിപ്പിൽ നിന്നും നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ അടിയന്തരമായി തിരിച്ചെത്തുന്ന വിമാനം എന്ന് പറയുമ്പോൾ, സുരക്ഷിതമായി തിരിച്ചെത്തുന്നു എന്ന് പറയുന്ന വിമാനം, സ്വാഭാവികമായും ആ വിമാനത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം ഈ സ്റ്റിൽത്ത് സാങ്കേതിക വിദ്യയാണ് എന്ന് സൂചിപ്പിക്കുന്നൊരു പ്രയോഗം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ആ ട്വീറ്റിൽ അല്ലെങ്കിൽ ആ കുറിപ്പിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ കുറിപ്പിന് വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ B-2 ബോംബറുകൾ തന്നെ പ്രയോഗിച്ചു എന്നും അറിയാൻ സാധിക്കുന്നത്. നേരത്തെ വാർത്താമാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തത് അത് റെസ്ട്രിക്റ്റഡ് റിപ്പോർട്ടിംഗ് സംവിധാനത്തിലാണ് റിപ്പോർട്ട് ചെയ്തതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ തന്നെ, അതായത് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഈ B-2 വിമാനങ്ങൾ ആ പ്രദേശത്ത് കൃത്യമായി എത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അത്തരത്തിൽ എത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഗുഹാൻ സൈനിക താവളത്തിലേക്ക് ഈ സ്റ്റിൽത്ത് ബോംബറുകളുടെ സംവിധാനം എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കേവലം 7000 കിലോമീറ്റർ മാത്രമുള്ള 10,000-ലേറെ കിലോമീറ്റർ വലിയ പോർമുനകൾ വഹിച്ചുകൊണ്ട് പറക്കാൻ ശേഷിയുള്ള B-2 വിമാനങ്ങൾ പറന്നെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് സൂചനകളും പുറത്തു വന്നിരുന്നത്. അതുപോലെ തന്നെ ഡീഗോ ഗാർഷ്യയിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷ്യയിലും ശക്തമായ രീതിയിലുള്ള സൈനിക ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളായി പുറത്തു വരുന്നത് ഈ B-2 ബോംബറുകളും അതുപോലെ തന്നെ F-35 വിമാനങ്ങളുമാണ് പ്രയോജനപ്പെടുത്തിയത് എന്ന വിവരമാണ്. അത് തന്നെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആക്രമണത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഈ B-2 ബോംബറുകൾ എന്ന് പറയുന്നത് അത് പ്രയോജനപ്പെടുത്തുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളെല്ലാം തന്നെ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഒരു നീക്കം നടത്തുന്നതിന്, അല്ലെങ്കിൽ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ എക്യുപ്പ് ചെയ്യുന്നതിനുള്ളൊരു സംവിധാനമാണിത്. സംവിധാനം ഉൾക്കൊള്ളുന്നതാണ് ഈ B-2 വിമാനങ്ങൾ. അത്തരത്തിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോജനപ്പെടുത്തിയോ എന്നത് സംബന്ധിച്ച ഒരു വിശദീകരണം നമുക്ക് ലഭ്യമായിട്ടില്ല എങ്കിൽ കൂടി, അല്ലെങ്കിൽ ഒരു ഔദ്യോഗികമായ സ്റ്റേറ്റ്മെൻറ്റ് ലഭ്യമായിട്ടില്ല എങ്കിൽ കൂടി, അത്തരത്തിലുള്ള അതിശക്തമായ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള, അത് സുരക്ഷിതമായി റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ അതിവേഗത്തിൽ എത്തിക്കാനും അത് ആക്രമണം നടത്തി തിരിച്ചു പോകാനുമുള്ളൊരു സാധ്യത ഉള്ള സംവിധാനമാണ് ഈ B-2 ബോംബറുകൾ. ഈ B-2 ബോംബറുകൾ പ്രയോജനപ്പെടുത്തി എന്ന വിവരം തന്നെ പുറത്തു വരുമ്പോൾ അതിശക്തമായ ഒരു ആക്രമണം ഇറാനിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ആ ഒരു, അതായത് തുടരെ ആക്രമണം നടത്തുന്നു എന്നിട്ട് പറയുന്നു ദൗത്യം വിജയിച്ചു, ഇനി സമാധാനമാകാം. ഈ ദൗത്യം വിജയിച്ചുവെന്നും ഇനി ആക്രമിക്കാനില്ലെന്നും വേണ്ടി വന്നാൽ മാത്രം ആക്രമണമെന്നും ട്രംപ് പറയുന്നുവെങ്കിൽ അതിനർത്ഥം ലക്ഷ്യം പൂർണ്ണമായും വിജയിച്ചു എന്നല്ലേ? ഇറാൻ അത്രമേൽ നാശനഷ്ടമുണ്ടാക്കാൻ, ഇറാൻ ഇനിയെങ്കിലും സമാധാനം മതി എന്ന് തീരുമാനമെടുക്കാനുള്ള തരത്തിലായിരുന്നു അമേരിക്കയുടെ ആക്രമണം എന്ന് വേണ്ട മനസ്സിലാക്കാൻ. തീർച്ചയായും സമാധാനമാണ് ഇനി മറ്റൊരു മാർഗ്ഗമെന്ന് കൃത്യമായി നൗ ദ ഡേയ്സ് ഓഫ് പീസ് എന്നൊക്കെ പറഞ്ഞ് വളരെ കൃത്യമായി അദ്ദേഹം തൻ്റെ ട്വീറ്റിൽ അത് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ട് സമാധാനത്തിൻ്റെ കാലഘട്ടമാണ്, അല്ലെങ്കിൽ സമാധാനത്തിനുള്ള സമയമാണ് എന്ന് വളരെ കൃത്യമായി ട്രംപ് അദ്ദേഹത്തിൻ്റെ ആ ട്രൂത്തിലെ പോസ്റ്റിൽ, ട്വീറ്റ് എന്നതിനപ്പുറം ട്രൂത്ത് എന്ന് പറയുന്ന സ്വന്തം സമൂഹ മാധ്യമത്തിൽ അദ്ദേഹം നൽകിയ പോസ്റ്റിൽ വളരെ കൃത്യമായി ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിശദീകരിച്ചതിൽ നിന്നെല്ലാം തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്ന വിവിധങ്ങളായ ഘടകങ്ങളുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഈ ഇറാൻ്റെ ആക്രമണ സാധ്യതയുള്ള പ്രദേശങ്ങൾ, അതായത് നമുക്കറിയാവുന്നതാണ്, ഇക്കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ ക്ലസ്റ്റർ ബോംബുകൾ വരെ ഇറാൻ പ്രയോഗിച്ചിരുന്നു. ക്ലസ്റ്റർ ബോംബുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബോംബ് തന്നെ പല ഘടകങ്ങളായി ചിന്നിച്ചിതറി അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള വിവിധങ്ങളായ ബോംബുകളായി മാറുന്ന ഒരു സംവിധാനമാണ്. അത്തരത്തിലുള്ള സംവിധാനം വരെ ഉപയോഗിച്ച് വലിയ തോതിലുള്ള
തരത്തിലുള്ള നാശനഷ്ടങ്ങളുണ്ടാക്കി എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഈ ആക്രമണത്തിലേക്ക് കൃത്യമായി നീങ്ങാനുള്ളൊരു സാധ്യതയായി തുറന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെയും അതുപോലെ തന്നെ അനുബന്ധ അന്താരാഷ്ട്ര ചാർട്ടറുകളുടെയും അടിസ്ഥാനത്തിൽ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കരുത് എന്നൊരു ധാരണ നിലനിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ഇറാൻ ഈ ക്ലസ്റ്റർ ബോംബുകൾ ഇസ്രായേലിന് നേരെ ഉപയോഗിക്കുകയും ചെയ്തത്. ഈ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതോടുകൂടി അന്താരാഷ്ട്ര ധാരണകൾ വീണ്ടും ലംഘിച്ചു. അതായത് ആണവ ധാരണകൾ ലംഘിക്കുന്നു. അതുപോലെ തന്നെ ആക്രമണ സ്വഭാവത്തോടെ മറ്റ് രാജ്യങ്ങളിലെ പ്രോക്സികളെ, അതായത് ഈ ഹൂതി അത്തരത്തിലുള്ള ഭീകര സംഘടനകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തുന്നു. അതും ഇതിനും അപ്പുറം മറ്റൊരു സമാധാന ചർച്ചയിലേക്ക് തയ്യാറല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്നു. അതിനിടെ ആണവ സമ്പുഷ്ടീകരണം നടത്തി ന്യൂക്ലിയർ ബോംബുകൾ തന്നെ തയ്യാറാക്കി വലിയ തോതിൽ ബോംബുകളൊക്കെ തയ്യാറാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. 9ഓളം ബോംബുകൾ തയ്യാറാക്കി സജ്ജമാക്കി വെച്ചിരിക്കുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. അത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു സന്നാഹങ്ങൾ ഒരുക്കാനുള്ള നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് തന്നെയാണ് അമേരിക്ക കൃത്യമായി നിരീക്ഷിച്ചത്. ഇക്കഴിഞ്ഞ ദിവസം, അതായത് 24 മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ ക്ലസ്റ്റർ ബോംബുകൾ ഇസ്രായേലിന് നേരെ പ്രയോഗിക്കുകയും ചെയ്തത്. ഇസ്രായേലിന് നേരെ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണം നടന്നത് എന്നതും ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടതുണ്ട്. പല തരത്തിലുള്ള അന്താരാഷ്ട്ര ധാരണകൾ ഇറാൻ ലംഘിച്ചു എന്ന് കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് കൃത്യമായി എഴുതി വയ്ക്കുന്ന, അല്ലെങ്കിൽ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന, ലോകത്തിന് ബോധ്യപ്പെടുത്തുന്ന നടപടികളുണ്ടായതിന് ശേഷമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നതിന് വിലക്കുള്ളൊരു ആയുധമാണത്. അത്തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. അത് മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകളെ അംഗീകരിക്കാതിരിക്കുന്നു. അമേരിക്ക തന്നെ 5 തവണ നടത്തിയ ആണവ ചർച്ചകളിൽ 6ാമത്തെ തവണ ചർച്ച നടത്താനിരിക്കെ ഈ ഒരു ആക്രമണത്തിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ ആണവ ചർച്ചകൾക്ക് തയ്യാറാകുന്നില്ല. 60 ദിവസത്തോളം സമയം നൽകിയത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. മാത്രമല്ല ഈ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് സംബന്ധിച്ച് നിർത്തിവെക്കുന്നതും ആക്രമണം നിർത്തിവെക്കുന്നതും അതിനുള്ള നടപടികൾ നീങ്ങുന്നതും ആണവ ആയുധങ്ങൾ നിർത്തിവെക്കുന്നതും സംബന്ധിച്ചുള്ള ധാരണയ്ക്കായി ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ശ്രമിക്കുകയും, അതായത് പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ E3 രാജ്യങ്ങളാണ്. ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ ഇക്കഴിഞ്ഞ ദിവസമാണ് ജനീവയിൽ അറാഖ്ജിയുമായ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അറാഖ്ജിയുമായുള്ള കൂടിക്കാഴ്ച നടത്തി, അബ്ബാസ് അറാഖ്ജിയുമായുള്ള കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ഇത്തരത്തിലൊരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് അന്താരാഷ്ട്ര തലത്തിലെടുക്കുന്ന നയതന്ത്ര സമീപനങ്ങളോടും ഈ നിലപാടെടുക്കുന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണ മുന്നറിയിപ്പുകളെ പരിഗണിക്കാതെ തീർത്തും ആക്രമണത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ പല തരത്തിലുള്ള നിലപാടുകൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായതോടെയാണ് അന്താരാഷ്ട്ര ധാരണകൾ ലംഘിച്ചുകൊണ്ടുള്ളൊരു നീക്കം തന്നെ നടത്തുന്നു എന്ന് കൃത്യമായി ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടികളുടെ ഭാഗമായി ഉണ്ടായതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള അതിശക്തമായ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഫോർഡോ, നറ്റാൻസ്, അതുപോലെ തന്നെ ഇസ്ഫഹാൻ തുടങ്ങിയ ആണവ കേന്ദ്രങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും നശിപ്പിച്ച ഒരു രീതി തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഏത് രീതിയിലാണ്? ഇപ്പോൾ വലിയ ആണവ സെല്ലറുകളൊക്കെ നശിപ്പിച്ചെങ്കിൽ അത് റേഡിയേഷനുള്ള സാധ്യത ഉണ്ടാകാം. അത് ന്യൂക്ലിയർ വ്യാപനത്തിനുള്ള ആണവ ദുരന്തങ്ങളിലേക്ക് വഴിതെളിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാം എന്ന് കരുതി ഒരു പക്ഷേ വലിയ തോതിലുള്ള ആക്രമണം നടന്നിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് ഊഹിക്കാനേ ഇപ്പോൾ സാധിക്കുന്നുള്ളൂ. തീർച്ചയായും അത് ചിലപ്പോൾ നടന്നിട്ടുണ്ടാകും. അത്തരത്തിലൊരു സംഭവം കൂടി നടന്നാൽ പൂർണ്ണമായും നശീകരണ ശേഷിയുള്ള ആണവായുധങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള നടപടിയും ഉണ്ടായിട്ടുണ്ടാകാമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം ട്രംപ് തന്നെ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ ചില നിരീക്ഷണങ്ങളും അതുപോലെ തന്നെ മറ്റു നിഗമനങ്ങളിലേക്കും എത്തുന്ന ഒരു മറുപടി, അല്ലെങ്കിൽ രാജ്യത്തോട് അഭിസംബോധന ചെയ്യുന്ന, ലോകത്തോട് അഭിസംബോധന ചെയ്യുന്ന ഒരു നീക്കമുണ്ടാകുമെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ ന്യൂസ് ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ട്രംപിൻ്റെ ഒരു അഭിസംബോധന ഉണ്ടാകും. അതിൽ കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് കൂടുതൽ വിശദീകരണം ഉണ്ടാകുമെന്നാണ് അറിയാനും സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അല്പസമയം മുമ്പുള്ള ബുള്ളറ്റിനിൽ നമ്മളോട് സംബന്ധിച്ച വിദേശകാര്യ വിദഗ്ധനൊക്കെ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളായുള്ള അമേരിക്കയുടെയും അതുപോലെ തന്നെ ലോകത്തിൻ്റെയും ആവശ്യമാണ് ഇറാൻ്റെ ഈ ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെക്കണമെന്നുള്ളത്. എന്നാൽ അത്തരമൊരു നീക്കത്തിലേക്ക് ഇറാൻ കടക്കാതിരിക്കുകയും പ്രാദേശികമായ അല്ലെങ്കിൽ മേഖലയിലെ ശാശ്വത സമാധാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് അനിവാര്യമാണ് എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ആക്രമണത്തിലേക്ക് നീങ്ങുകയായിരുന്നു അമേരിക്ക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും പുതിയൊരു വിവരം വരുന്നത് 2 ആഴ്ചയ്ക്കുള്ളിൽ ഇനിയും ആക്രമണം ഉണ്ടാകാമെന്നൊരു മുന്നറിയിപ്പാണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ ട്രംപിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന മുന്നറിയിപ്പുകളും വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന മുന്നറിയിപ്പുകളും എല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ വലിയ തോതിലുള്ള ആക്രമണം ഇനിയും പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇറാൻ്റെ സമ്പൂർണ്ണ സൈനിക സംവിധാനങ്ങളെയെല്ലാം തന്നെ തകർക്കാനും ഒരു പക്ഷേ ഇറാനിലെ നിലവിലുള്ള ആ ഭരണ സംവിധാനത്തെ, അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലുള്ള വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ആയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ള ആയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിൽ നയിക്കപ്പെടുന്ന ഒരു സർക്കാരിനെ പൂർണ്ണമായും, അതായത് ഈ ഇസ്ലാമിക് റെജിമിനെ പൂർണ്ണമായും ഇല്ലാതാക്കി ഒരു ജനാധിപത്യ സ്വഭാവമുള്ള സംവിധാനത്തിലേക്ക് മാറുക എന്നൊരു നീക്കമാണ് ഇനി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനായി, അല്ലെങ്കിൽ ഒരു നയതന്ത്രപരത്തിലുള്ള അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു നീക്കമായി ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അത് നമുക്കറിയാവുന്നതാണ്. നേരത്തെ എല്ലാം തന്നെ സൂചിപ്പിച്ചതുപോലെ അവിടെയുള്ള പഴയ രാജാവിൻ്റെ സംവിധാനങ്ങളെല്ലാം
തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള സംവിധാനങ്ങളുടെ നേതൃത്വം വരെ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. 79 മുമ്പ് വലിയ രീതിയിൽ അതല്ലെങ്കിൽ വലിയ സമ്പന്നമായ അല്ലെങ്കിൽ ഇറാൻ്റെ വലിയ രീതിയിലുള്ള സമ്പന്നമായ രാജ്യമായിരുന്നു. ആ സമ്പന്നമായ രാജ്യം സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും വൻതോതിൽ മുന്നോട്ട് പോയ ഒരു രാജ്യത്താണ് 79 ഈ ഇസ്ലാമിക് റവല്യൂഷൻ നടക്കുകയും ഈ റവല്യൂഷൻ്റെ ഭാഗമായി വലിയൊരു ആഘാതം ആ സമൂഹത്തിന് തന്നെ സൃഷ്ടിക്കുകയും വളരെ പിന്തിരിപ്പനായൊരു സമൂഹമായി അത് മാറുകയും ചെയ്തത്. ഇത്തരത്തിലുള്ള ഇസ്ലാമിക രാജ്യമായി മാറുകയും ചെയ്തത്. ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് ആ പേര് തന്നെ ഇറാന് വരികയും ചെയ്തു. അതിൻ്റെ പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഈ സർക്കാരുകളെല്ലാം തന്നെ ഇസ്ലാമിക സർക്കാരുകളായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുസ്ലിം നിയന്ത്രണത്തിലുള്ള അത്തരത്തിലുള്ള ചരിത്രത്തിലേക്ക് വരാം. അതിനു മുൻപ് ഈ ഇറാന്റെ തെക്കൻ മേഖലയിൽ ഇസ്രയേൽ കനത്ത ആക്രമണം അഴിച്ചുവിട്ടുവെന്നും അവരുടെ പ്രതിരോധത്തെ തകർത്തുവെന്നും കേൾക്കുന്നു. അതിനുശേഷമാണ് അമേരിക്കയുടെ മിന്നലാക്രമണം ഉണ്ടാകുന്നത്. അതായത് ഒരേ സമയം കൃത്യമായി ആസൂത്രണം ചെയ്ത് ഇറാനെ ഇല്ലാതാക്കുകയായിരുന്നു ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും പദ്ധതി, അല്ലേ? തീർച്ചയായും ഇസ്രയേൽ തുടർച്ചയായി അതായത് ഈ 13 മുതൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള പല മേഖലയിൽ അതിശക്തമായ ആക്രമണം തുടരുന്നൊരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ് ആണവ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഈ ഫോഡോ എന്ന് പറയുന്ന ആണവ കേന്ദ്രങ്ങളിൽ നടന്ന ആക്രമണവും അതുപോലെ തന്നെ നെറ്റാൻസിൽ നടന്ന ആക്രമണവും വൻതോതിൽ ആണവ നിലയങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ലോകം മുഴുവൻ സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ ആ നിരീക്ഷണ സംവിധാനങ്ങൾ മുഴുവൻ കൃത്യമായി സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണം ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായി നടത്തുകയും ചെയ്തു. ആ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന അതിശക്തമായ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് തീർച്ചയായും ഈ തുടർന്ന ആക്രമണങ്ങൾ ഓരോന്നോരോന്നായി നടന്നത്. ഇതിന് പിന്നാലെയാണ് അമേരിക്കയുടെ ഇടപെടൽ ആവശ്യമുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ B2 ബോംബറുകളിൽ പ്രയോഗിക്കുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ, അതായത് മാരകശേഷിയുള്ള ബോംബുകൾ, അതായത് 2400 കിലോഗ്രാമൊക്കെ സ്ഫോടക വസ്തു വഹിക്കാൻ ശേഷിയുള്ള അത്രയും വലിയ തോതിൽ സ്ഫോടക വസ്തുക്കളുള്ള ബോംബുകൾ പ്രയോഗിക്കാനുള്ള അനുമതി നൽകണം, അത് ആവശ്യമുണ്ട് എന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും മാത്രമല്ല മറ്റ് ആയുധങ്ങളെല്ലാം തന്നെ ലഭ്യമാക്കി. ഈ അടുത്ത ദിവസങ്ങളിലാണ് മറ്റൊരു കൺസൈൻമെൻറ്റ് തന്നെ ഇസ്രായേലിന് അമേരിക്ക എത്തിക്കുകയും ചെയ്തത്. ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു നീക്കങ്ങൾ കൃത്യമായി നടക്കുകയും ചെയ്തിരുന്നു. നയതന്ത്ര തരത്തിലുള്ള ഇടപെടൽ മറ്റൊരു രീതിയിൽ നടന്നിരുന്നു. ഈ ഏഷ്യൻ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഏഷ്യ യൂറോപ്യൻ രാജ്യങ്ങളുടെ എല്ലാം തന്നെ ഇടപെടൽ ഇക്കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോഴും റഷ്യയുടെ ഭാഗത്തു നിന്നും ചൈനയുടെ ഭാഗത്തു നിന്നും ഇറാനെ പിന്തുണയ്ക്കുന്നൊരു നീക്കം കൂടി ഉണ്ടായിരുന്നു. ഇറാനോട് റഷ്യ ആവശ്യപ്പെട്ടത് ഇറാനെ ആക്രമിക്കരുത് എന്നൊരു നിലപാടാണ് എങ്കിൽ കൂടി അക്കാര്യം ട്രംപിനെ അറിയിച്ചപ്പോൾ വ്ളാഡിമിർ പുടിനും ട്രംപും തമ്മിലുള്ള ടെലിഫോൺ ചർച്ചയിൽ അക്കാര്യം അറിയിച്ചപ്പോൾ അതിൽ ട്രംപ് മറുപടി പറഞ്ഞത് അത് യുക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർത്തിട്ട് മതി മറ്റ് പ്രശ്നങ്ങളിൽ ഇടപെടാനെന്ന ഒരു മുന്നറിയിപ്പാണ് ട്രംപിന് നൽകിയത്. നമുക്കറിയാവുന്നതാണ് മികച്ച സൗഹൃദം ട്രംപും പുടിനുമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ട്രംപിനുണ്ട്. ആ സാഹചര്യം നിലനിൽക്കുമ്പോഴും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഇറാനെതിരെ സ്വീകരിക്കാൻ തന്നെയായിരുന്നു ട്രംപിൻ്റെ തീരുമാനം. അത്തരത്തിലൊരു തീരുമാനം നടപ്പാക്കുകയായിരുന്നു ഉണ്ടായത്. നേരത്തെ നമ്മൾ പല വാർത്തകളിലെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. വിമാനങ്ങളിൽ യുദ്ധസന്നാഹങ്ങളും അത്തരത്തിലുള്ള ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള കൺസൈൻമെൻറ്റുകൾ ഇറാനിലേക്ക് ചൈനയിൽ നിന്ന് കയറ്റി അയച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. റഷ്യ പിന്തുണയ്ക്കാനുള്ളൊരു നീക്കങ്ങൾ നടത്തുന്നു, റഷ്യ ആക്രമണം നടത്തുന്നത് പ്രതിരോധിക്കാനുള്ളൊരു നീക്കങ്ങൾ നടത്തിയേക്കുമെന്ന സൂചനകൾ വരുന്നു. അത്തരത്തിൽ വിവിധങ്ങളായ നീക്കങ്ങൾ നടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലുള്ള ആണവ ചർച്ചകൾ തുടരാൻ തയ്യാറല്ല, ആണവ ചർച്ചകൾ നിർത്തിവെക്കുന്നുവെന്ന് ഇറാൻ പറഞ്ഞതിനെ തൊട്ടു പിന്നാലെ ദിവസങ്ങൾക്കകം 1-2 ദിവസങ്ങൾക്കകം ആണവ ചർച്ചകൾ തുടരാം, പക്ഷേ ആക്രമണം നിർത്തണമെന്നൊരാവശ്യമാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ഒരു രീതിയിലും ആണവ സമ്പുഷ്ടീകരണം, അതായത് യുറേനിയം എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്ന സംവിധാനങ്ങൾ, ആ ശാസ്ത്രീയമായ നീക്കങ്ങൾ നടത്തുന്നതിൽ നിന്നും ഇറാനെ പിന്തിരിപ്പിക്കാൻ തയ്യാറാവാത്ത, ഇറാൻ പിന്തിരിയാൻ തയ്യാറാവാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായി. ഈ ഒരു വലിയ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി നിറഞ്ഞൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇനി അത് നോക്കി കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും അതിശക്തമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയും അതിശക്തമായ ആക്രമണം നടക്കുകയും ചെയ്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഐസൻ, ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഒപ്പം B2 ബോംബറുകൾ അതാണല്ലോ അമേരിക്കയുടെ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചത്. അതിനെക്കുറിച്ച് കൃഷ്ണരാജ്, ഈ B2 ബോംബറുകൾ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 10,000-ലേറെ കിലോമീറ്റർ ഇന്ധനം നിറയ്ക്കാതെ, വീണ്ടും ഇന്ധനം നിറയ്ക്കാതെ ഒറ്റത്തവണ ഇന്ധനം നിറച്ച് 10,000 കിലോമീറ്ററോളം സഞ്ചരിക്കാൻ, അതായത് നോട്ടിക്കൽ മൈലുകളിൽ അത് കൺവേർട്ട് ചെയ്യുമ്പോൾ വ്യത്യസ്തമായ കണക്കുകളായിരിക്കും വ്യോമയാന രംഗം നടത്തുക. എന്തെങ്കിലും സാങ്കേതികമായി 10,000-ഓളം കിലോമീറ്ററുകൾ ഭൗമോപരിതലത്തിൻ്റെ മുകളിലൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കാൻ, അതായത് മാക് 3 എന്നൊക്കെ പറയുന്ന സൂപ്പർസോണിക് സ്പീഡിൻ്റെ മാക്സിമമായ സൂപ്പർസോണിക് സ്പീഡുകളിലൊക്കെ ശബ്ദത്തേക്കാൾ ഏറെ വേഗത്തിൽ സഞ്ചരിക്കാൻ
സാധിക്കുന്ന ഒരു വിമാനമാണത്. അത്തരത്തിൽ അതിശക്തമായ ശബ്ദത്തെക്കാളേറെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ വിമാനത്തിൻ്റെ B-2 ബോംബറുകളിൽ ആ B-2 ബോംബറുകളിലാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളെല്ലാം തന്നെ എക്വിപ്പ് ചെയ്യുക അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഒരുക്കുക. ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് ഈ ബോംബറുകളിൽ നിന്നും വേർപെട്ട് ബോംബർ വിമാനത്തിൽ നിന്നും B-2വിൽ നിന്നും വേർപെട്ടതിന് ശേഷം വീണ്ടും സെൽഫ് നാവിഗേഷനുള്ള ഒരു സംവിധാനമാണത്. അതായത് ഈ അതിവേഗം സഞ്ചരിക്കുക 1300 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുകയും അതിവേഗം സഞ്ചരിക്കുകയും ആ അതിവേഗം സഞ്ചരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ കൂടി അത് റഡാറിൽ പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അതായത് നമുക്കറിയാവുന്നതാണ് ഈ റഡാറുകളിൽ നിരീക്ഷിക്കാൻ സാധിക്കാത്ത റഡാർ വേവുകളെ കൃത്യമായി പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് സ്റ്റെൽത്ത് ടെക്നോളജി എന്ന് പറയുന്നത്. ഈ സ്റ്റെൽത്ത് ടെക്നോളജിയിൽ നിർമ്മിക്കപ്പെട്ട ഈ വിമാനം അത് ഭീമാകാരനായ ഒരു യുദ്ധവിമാനമാണ്. ആ യുദ്ധവിമാനത്തിന് മാരക പ്രഹരശേഷിയുള്ള ബോംബുകൾ വഹിക്കാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ആക്രമണത്തിലേക്ക് അതിശക്തമായ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെല്ലാനുള്ള ഒരു കടുത്ത നീക്കം തന്നെയാണ് ഈ B-2 ബോംബറുകൾ പ്രയോഗിക്കുന്നതിലൂടെ ഉണ്ടായിരിക്കുന്നത്. B-2 ബോംബറുകളിൽ പ്രയോജനപ്പെടുത്തുന്ന ബോംബുകളാണ് ഈ ബങ്കർ ബസ്റ്ററുകൾ എന്ന് പറയുന്ന സംവിധാനം. ഈ ബങ്കർ ബസ്റ്ററുകളിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 2400 കിലോഗ്രാമോളം സ്ഫോടക വസ്തു മാത്രം, അതിൻ്റെ സെൽഫ് നാവിഗേഷൻ സംവിധാനങ്ങളും അതിൻ്റെ അനുബന്ധ സംവിധാനങ്ങളും അതിൻ്റെ സ്റ്റോറേജ് സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അത് സ്ഫോടനം നടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ സുരക്ഷിതമായി നിലനിർത്തുന്നത് അല്ലെങ്കിൽ ഇത് പ്രയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ സുരക്ഷിതമായി നിലനിർത്തുകയും പ്രയോഗിച്ചതിന് ശേഷം മാരക പ്രഹരശേഷിയോടെ ആക്രമണം നടത്തുകയും ചെയ്യേണ്ടത് ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ എൻട്രി ചെയ്ത കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരൊറ്റ മിസൈൽ തന്നെ അല്ലെങ്കിൽ മിസൈലിന് സമാനമായൊരു ബോംബാണ് ഈ ബങ്കർ ബസ്റ്ററുകൾ എന്ന് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ആണവ വിദഗ്ധരെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് പോലെ 60 മുതൽ 100 വരെ മീറ്റർ താഴ്ചയിലുള്ള കടുത്ത പാറകളെ പോലും വലിയ കോൺക്രീറ്റിനെ പോലും തകർക്കാൻ ശേഷിയുള്ള, അതായത് 60 മീറ്റർ തിക്നെസ്സിൽ 60 മീറ്റർ ഘനത്തിൽ നിർമ്മിക്കുന്ന കോൺക്രീറ്റുകളെ പോലും ഭേദിക്കാൻ ശേഷിയുള്ള ഈ ബോംബുകളാണ് ഈ ബങ്കർ ബസ്റ്ററുകൾ എന്നറിയപ്പെടുന്നത്. അത്തരത്തിലുള്ള ബങ്കർ ബസ്റ്ററുകൾ പ്രയോജനപ്പെടുത്തുന്നത് ഭൂമിക്കടിയിലുള്ള ആണവ നിലയങ്ങൾ പൂർണ്ണമായും തച്ച് തകർക്കുന്നതിനാണ്. അത്തരത്തിൽ ഭൂമിക്കടിയിലുള്ള ആണവ നിലയങ്ങൾ തച്ച് തകർക്കുന്നതിനുള്ള നീക്കം കൃത്യമായി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഈ B-2 ബോംബറുകൾ പ്രയോഗിച്ചിരിക്കുന്നു എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി ട്രംപുമായുള്ള കൂടുതൽ ചർച്ചകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക കൂടുതൽ അദ്ദേഹത്തിൻ്റെ അഭിസംബോധനയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലോകം പ്രതീക്ഷിക്കുന്നതും ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചിട്ടുണ്ടോ, അത് ആണവ നിലയത്തിൻ്റെ സംഭരണികളെല്ലാം തന്നെ തകർത്തിട്ടുണ്ടോ എന്നാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ 3 ആണവ നിലയങ്ങളും അതിശക്തമായ ആക്രമണത്തിന് വിധേയമായിരുന്നു. നെറ്റാൻസും അതുപോലെ തന്നെ ഫോഡോ ആണവ കേന്ദ്രത്തിലും വൻതോതിൽ ആക്രമണം നടത്തി.